നമസ്കാരം. വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരും തലപുകഞ്ഞ് ആലോചിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അല്ലേ? അങ്ങനെയുള്ളൊരു പ്രഹേളികയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ കുഴക്കിയൊരു ചോദ്യം. നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ചുരുളഴിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, എങ്ങനെയുണ്ടാകും ആ രംഗം? ആകാശത്തൊരു ഭീമാകാരനായ സർപ്പം അതിന്റെ വാലുകൊണ്ട് നക്ഷത്രങ്ങളെ ഒന്നാകെ വാരി ഭൂമിയിലേക്കെറിയുന്നു. ശരിക്കും ശക്തമായ ഒരു ചിത്രമാണിത്. ഈ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഇത് വെറുതെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ മാത്രമാണോ, അതോ ഇതിനു പിന്നിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടോ? നമ്മുടെ കയ്യിലുള്ള സോഴ്സ് മെറ്റീരിയൽ അനുസരിച്ച് 4 പ്രധാനപ്പെട്ട വിശദീകരണങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശരി, അപ്പം നമുക്ക് ഒന്നാമത്തെ സാധ്യതയിലേക്ക് കടക്കാം. ഈ തിയറി അനുസരിച്ച് ഇവിടെ പറയുന്ന നക്ഷത്രങ്ങൾ വെറും ആകാശഗോളങ്ങളല്ല, മറിച്ച് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ള, അതായത് ജീവനും ബുദ്ധിയുമുള്ള ഒന്നാണ് ഈ നക്ഷത്രങ്ങൾ. ഈ ഒന്നാമത്തെ തിയറിയിൽ തന്നെ 2 ഓപ്ഷനുകളുണ്ട്, ശ്രദ്ധിച്ചോ. ഒന്നുകിൽ ഇത് സാത്താന്റെ കൂടെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദൂതന്മാരാകാം, അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ച് സാത്താന്റെ ചതിയിൽ പെട്ടുപോയ ദൈവത്തിന്റെ ആളുകളാകാം. പക്ഷെ ഇതിൽ ഏതാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംഭവം എപ്പോഴാണ് നടന്നത്? ആ ടൈമിംഗ് ആണ് ഇവിടത്തെ ഏറ്റവും വലിയ ക്ലൂ. ഈ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം എന്താന്ന് വെച്ചാല്, വെളിപാട് പുസ്തകത്തില് പലപ്പോഴും റോമിനെ പോലുള്ള വലിയ സാമ്രാജ്യങ്ങളെ സർപ്പമായോ മൃഗമായോ ഒക്കെ ചിത്രീകരിക്കാറുണ്ട്. അപ്പൊ സാത്താൻ ഈ ലോകത്തിലെ അധികാരശക്തികളെ ഉപയോഗിച്ച് ദൈവജനത്തെ, അതായത് നക്ഷത്രങ്ങളെ വഴിതെറ്റിച്ചു എന്നാവാം ഇതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സോഴ്സ് എഴുതിയ ആള് പറയുന്നത് ഈ ഒരു വിശദീകരണം ശരിയാവണമെങ്കിൽ ആ സർപ്പത്തിന്റെ തലകൾ ഇന്നന്ന സാമ്രാജ്യങ്ങളാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വ്യൂയിലേക്ക് പോകാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്. ചതിക്കുന്നതിനെക്കുറിച്ചോ വഴിതെറ്റിക്കുന്നതിനെക്കുറിച്ചോ അല്ല അവിടെ പറയുന്നത്, മറിച്ച് ശാരീരികമായ പീഡനത്തെക്കുറിച്ചാണ്. ഇത് തികച്ചും പുതിയൊരു ആംഗിളാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഈ തിയറി അനുസരിച്ച് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. അത്രയുള്ളൂ. പക്ഷേ നമ്മുടെ ഗ്രന്ഥകർത്താവിന് ഇതിലൊരു സംശയമുണ്ട്. കാരണം എന്താണെന്നറിയോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും കൃത്യം 1/3 വിശ്വാസികൾ കൊല്ലപ്പെട്ടു എന്ന് ബൈബിളിലോ വേറെ ഏതെങ്കിലും ചരിത്രരേഖയിലോ പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെയൊരു കണക്കിന് ഒരു തെളിവുമില്ല. അതുകൊണ്ട് ഈ തിയറി അത്രയ്ക്കങ്ങോട്ട് ശരിയാവാൻ വഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമുക്ക് മൂന്നാമത്തെ തിയറിയിലേക്ക് വരാം. ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലെ പല ഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് ഒരു വിശദീകരണം തരുന്നത്. ഈ തിയറി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ നക്ഷത്രങ്ങൾ വീഴുന്നത് എന്ന് പറയുന്നത് വേറൊരു സംഭവത്തിന്റെ പ്രതീകമാണെന്നാണ്. വെളിപാടിൽ തന്നെ 6ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ മനുഷ്യരിൽ 1/3 കൊല്ലപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. ആ സംഭവത്തെയാണ് ഈ നക്ഷത്രങ്ങളുടെ വീഴ്ച സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. പക്ഷേ ഈ തിയറി ശരിയാകണമെങ്കിൽ നമ്മളൊരു വലിയ കാര്യം അങ്ങ് സമ്മതിച്ചു കൊടുക്കണം. ആ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി യേശുക്രിസ്തു അല്ല, മറിച്ച് രക്തസാക്ഷികളായ വിശുദ്ധന്മാരാണെന്ന് വിചാരിക്കണം. എന്നിട്ട് ആ കുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വിശ്വാസികളുടെ പുനരുത്ഥാനമായി കാണണം. എന്നാൽ നമ്മുടെ സോഴ്സ് എഴുതിയ ആൾക്ക് ഈയൊരു തുടക്കത്തോട്, ഈയൊരു അടിസ്ഥാന ആശയത്തോട് ഒട്ടും യോജിപ്പില്ല. ഇതാണ് ഈ മുഴുവൻ വിശകലനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ ഗ്രന്ഥകർത്താവിന്റെ അഭിപ്രായത്തിൽ സ്ത്രീ പ്രസവിച്ച ആ കുട്ടി അത് സാക്ഷാൽ യേശുക്രിസ്തു തന്നെയാണ്. ഈയൊരു വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളുടെയും അടിസ്ഥാനം. ഇതിലൊരു മാറ്റവുമില്ല. അപ്പോ ഗ്രന്ഥകർത്താവിന്റെ ടൈംലൈൻ അനുസരിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം യേശു സ്വർഗാരോഹണം ചെയ്യുന്നു, പിന്നെ ഒരുപാട് കാലം കഴിയുന്നു, എന്നിട്ടാണ് പ്രവചനത്തിലെ അവസാനത്തെ കാലം തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ തിയറി അനുസരിച്ച് യേശുവിന്റെ സ്ഥാനത്ത് വരുന്ന രക്തസാക്ഷികളുടെ പുനരുത്ഥാനവും സഭയുടെ സംരക്ഷണവുമൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് നടക്കേണ്ടത്. ഇത് തമ്മിലൊരു ചേർച്ചയുമില്ല. യേശുവിന്റെ സ്വർഗാരോഹണം നടന്ന് ഒരുപാട് കാലത്തിനു ശേഷമാണ് സഭ 1260 ദിവസം സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോ ആ ടൈം ലൈൻ ശരിയാവില്ല. ശരി, ഇനി നമുക്ക് 4ാമത്തെയും അവസാനത്തെയുമായ കാഴ്ചപ്പാടിലേക്ക് കടക്കാം. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഇത് കുറച്ചുകൂടി ലിറ്ററൽ, അതായത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു വിശദീകരണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.
ഈ തിയറി പ്രകാരം സംഭവം വളരെ സിമ്പിളാണ്. നക്ഷത്രങ്ങൾ വീണു എന്നു പറഞ്ഞാൽ വെളിപാടിലെ തന്നെ 4ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സംഭവിക്കുമെന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും 1/3 ഭാഗം ഇരുണ്ടുപോകുന്നു. ഒരു യഥാർത്ഥ ആകാശപ്രതിഭാസം. പക്ഷെ നമ്മുടെ ഗ്രന്ഥകർത്താവ് ഈ വിശദീകരണത്തെയും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബൈബിളിലുടനീളം നക്ഷത്രം എന്ന വാക്ക് പലപ്പോഴും ദൂതന്മാരെയോ അല്ലെങ്കിൽ മനുഷ്യരെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിംബലാണ്. അപ്പോ ഈ വലിയ ആത്മീയ യുദ്ധത്തെ വെറും ആകാശത്തിലെ വെളിച്ചം കുറയുന്ന ഒരു സംഭവമായി ചുരുക്കിക്കളയുന്നത് ശരിയല്ല. അതിന്റെ ആഴത്തിലുള്ള അർത്ഥം അതോടെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോ ഈ 4 തിയറികളും നമ്മൾ കേട്ടു. ഇതിന്റെയെല്ലാം വെളിച്ചത്തിൽ നമ്മുടെ ഗ്രന്ഥകർത്താവിന്റെ ഫൈനൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും തിയറികൾ എന്തുകൊണ്ട് ശരിയാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നുകിൽ തെളിവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാന വിശ്വാസമായ ആൺകുട്ടി യേശു ആണ് എന്നതിനോട് യോജിക്കുന്നില്ല. അപ്പോ ബാക്കിയുള്ളതേതാണ്? 1ാമത്തെ തിയറി. അതായത് ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാരോ അല്ലെങ്കിൽ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട വിശുദ്ധന്മാരോ ആകാം. ഇത് പൂർണ്ണമായും ഉറപ്പിച്ചു പറയുന്നില്ലെങ്കിലും ഏറ്റവും സാധ്യതയുള്ള ഒരു വിശദീകരണം ഇതാണെന്നാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത്. അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഈ നക്ഷത്രങ്ങൾ വീണുപോയ ജീവികളാണെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ്? നമ്മൾ ഈ ലോകത്ത് കാണുന്ന യുദ്ധങ്ങൾക്കും അധികാര വടംവലികൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പിന്നില് നമുക്ക് കാണാൻ കഴിയാത്തൊരു വലിയ ആത്മീയ പോരാട്ടം നടക്കുന്നുണ്ട് എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നു.